സാറ് ഇന്ന ആള് ഓക്കെ എനിക്ക് അവനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അവനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രണ്ടുപേരെ ഇഷ്ടമല്ല, ആ രണ്ടുപേരെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിക്കല്ല സാറ് ക്ലാസ്സിൽ ഇരിക്കാറ്. അതാണ് ആദ്യത്തെ കാര്യം. ഇവൻ ഒരു മോശമായ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഈ പറയുന്ന ഒരു ഹണി ട്രാപ്പ് പോലെ ഒരു കേസിലുണ്ടായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു കുറച്ച് പൈസ ആരുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. അത് നമ്മൾ സംസാരിക്കുന്നിടയ്ക്ക് ഈ പറഞ്ഞ വ്യക്തി ഇവൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ചെയ്തത് എൻ്റെ കണ്ണാളെ ഞാൻ കണ്ടതാണ്. കാണാത്ത കാര്യം ഞാൻ പറയത്തില്ല, കണ്ണാളെ കണ്ടതാണ്. ഇവൻ്റെ മൊബൈലിലേക്ക് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഞാൻ കണ്ടതാണ്. അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയും. ആക്ച്വലി ഞങ്ങളിവിടെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളിവിടെ ലൈക്ക് ജൂനിയേഴ്സും സീനിയേഴ്സും കണ്ണൂർ ഡെൻ്റൽ കോളേജിൽ നിന്ന് ഇപ്പോൾ 4 വർഷമായിട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ മുതൽ തേർഡ് ഇയർ വരെ ഓറൽ പെത്തോളജി അല്ലെങ്കിൽ ഡെൻ്റൽ അനാട്ടമി പഠിച്ച സ്റ്റുഡൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ ലൈക്ക് ഞങ്ങളുടെ സഹപാഠിയായ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് ലൈക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ലൈക്ക് എന്താണ് കേസിൽ നടക്കുന്നത് എന്നിതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇപ്പം ഇതിൽ പേര് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കംപ്ലയിൻസ് ആയിട്ട് റാം സാറിൻ്റെയും സംഗീത മാമിൻ്റെയും ആയിരുന്നു. സംഗീത മാമിൻ്റെ കാര്യം അന്നേ ലൈക്ക് മോസ്റ്റ്ലി എല്ലാം റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ റാം സാറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ലൈക്ക് ഞങ്ങളുടെ ഭാഗത്ത്, അതായത് കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമസ്കാരം, ഞാനിവിടുത്തെ പുതിയ സ്റ്റുഡൻസ് യൂണിയൻ്റെ ചെയർമാനാണ്. ഞാനിവിടെ 4 വർഷമായിട്ട് പഠിക്കുന്നതാണ്. ഫസ്റ്റ് ഇയറിൽ ഡെൻ്റൽ അനാട്ടമിയും അതുപോലെ തന്നെ തേർഡ് ഇയറിൽ ഓറൽ പാത്തോളജിയും റാം സാറിൻ്റെയും സംഗീത മാഡത്തിൻ്റെയും നേതൃത്വത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവിടെ ഒരു 3 മാസം മുന്നെയാണ് നമ്മുടെ സുഹൃത്തും അതുപോലെ തന്നെ അനുജനുമായ നിതിൻ മരിച്ചത്. പക്ഷേ അതിൽ നമുക്കെല്ലാം നല്ല വിഷമമുണ്ട്. പക്ഷേ അന്ന് കുറേ ആൾക്കാർ മുൻപോട്ട് വന്നില്ല എന്നുള്ളൊരു ചോദ്യം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയാസിലും ബാക്കിയുള്ള എല്ലാ മേഖലകളിലും നമ്മൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കുറേ മിസ്റ്റേക്കുകളുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ സത്യം അറിയാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ ഒരു പർട്ടിക്കുലർ റീസൺ, അതായത് എപ്പോഴും ആൾക്കാർക്ക് ചാനലുകൾക്ക് റേറ്റിംഗ് കൂടാനുള്ള രീതിയിലുള്ള ഇതും ആൾക്കാർക്ക് സന്തോഷിക്കാനുള്ള രീതിയിലും ആ ഒരു സത്യത്തെ മറച്ചിട്ട് ആൾക്കാർക്ക് രസിക്കാൻ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ സമയത്ത് ആരും പ്രതികരിക്കാണ്ടിരുന്നത് നിതിൻ്റെ മരണത്തിൽ നമ്മളെല്ലാം ഒരേ രീതിയിൽ അനുശോചിച്ചത് കൊണ്ടും ആ സമയത്ത് നിതിനെയോ നിതിൻ്റെ കുടുംബത്തെയോ പേഴ്സണലായിട്ട് വിഷമിപ്പിക്കേണ്ടെന്ന രീതിയിൽ, അവനെ പേഴ്സണലായിട്ട് ഹാനിക്കേണ്ടെന്ന രീതിയിലാണ് ആരും സംസാരിക്കാണ്ടിരുന്നത്. പിന്നെ അന്ന് കുറച്ച് ആൾക്കാർ സംസാരിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പല വ്യക്തിത്വങ്ങളാണ് വളർന്നത്, പല സാഹചര്യങ്ങളിലാണ്. ഞാൻ വളർന്നത് 4 പിള്ളേർക്കിടയിലാണ്. അപ്പം ഒരു കാര്യത്തെ ഞാൻ അങ്ങനെയാണ് കണ്ട് എടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല പല കുട്ടികളും വളർന്ന സാഹചര്യങ്ങളും അങ്ങനെ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ എടുത്തു ചാടിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അന്ന് അവർക്ക് കാര്യങ്ങൾ, ഇവിടെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ അധ്യാപകരും നമ്മളും വളർന്ന ജനറേഷൻ രണ്ടും രണ്ടാണ്. അതായത് അവർക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടും നമുക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടും വ്യത്യാസമാണ്. അപ്പം ആ അധ്യാപകരോട് അവർ സ്റ്റുഡൻസ് എതിർത്ത് നിന്നത് അവരുടെ കുറച്ച് കുറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എതിർത്ത് നിന്നത്. പിന്നെ ഒരു ഇഷ്യൂ വന്നപ്പം എല്ലാ കാര്യങ്ങളും പുറം ലോകം അറിയണം എന്നുള്ള രീതിയിലാണെന്ന് സംസാരിച്ചത്. പക്ഷേ അതല്ല ഒരു കറക്റ്റായിട്ടൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ ലേറ്റാക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പുറത്ത് വരണം. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമുക്ക് പറയാനുള്ളത് പറയണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സിന്റെ പുറത്ത് ലൈക്ക് ഓരോരുത്തരും അവരനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ലൈക്ക് അത് ലൈക്ക് ലിറ്ററലി ഇപ്പോൾ ഒരു വ്യക്തിയെ ലൈക്ക് പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിക്കാണ്. അതായത് ഇന്ന റീസൺ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് വന്നത്. ലൈക്ക് ഇപ്പോൾ ഞങ്ങൾ ലൈക്ക് കോളേജിൽ നിന്നുള്ള ലൈക്ക് സ്റ്റുഡൻസ് ആയാലും ഇവിടെ പഠിച്ച് ഉണ്ടായിരുന്നവരായാലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ലൈക്ക് നിതിൻ രാജിന്റെ മരണത്തിന് കാരണം റാം സാർ ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജ് ആണെന്നോ വിശ്വസിക്കുന്നില്ല. ലൈക്ക് അതിന്റെ പിറകെ ഒരുപാട് ലൈക്ക് കഥകളും കാര്യങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പുറത്തോട്ട് കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. 110 ദിവസമായി ഇന്ന് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട്. ഈ 110 ദിവസത്തിനിടയിൽ നിങ്ങൾ ഒരാൾ പോലും
ഒരു മീഡിയാസിന് മുന്നിൽ വരികയോ ഇവിടെ വലിയ പ്രതിഷേധം, ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടത്തിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നിരുന്നു. അതിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷെ ആ സമയത്ത് ഒരു മീഡിയാസ് എല്ലാവരും ലൈവ് ടെലികാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും ഒരാൾ പോലും ഇതിൽ പ്രതികരിച്ചില്ല. ഈ സംഭവത്തിന് ശേഷം റാം സാർ അറസ്റ്റിലാവുന്നു. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം വൈകൽ? നിങ്ങൾ 26ഉം 27ഉം ഒക്കെ വയസ്സിട്ടുള്ള പ്രായമുള്ള പൗരന്മാരാണ്. ഇതിൽ സംസാരിക്കാൻ പക്വതയും പാകതയും ഉള്ള ഒരാളില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വൈകൽ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം ഇത് പുറത്തു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടായത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കും. ആക്ച്വലി ഒരു ക്ലാരിഫിക്കേഷൻ തരാനുള്ളത്, അന്ന് ഇവിടെ സമരം നടന്നിരുന്നു. അന്ന് കോളേജിലുള്ള മാക്സിമം എല്ലാവരും ആ സമരത്തിന് ഉണ്ടായിരുന്നു. ആ സമരം ആക്ച്വലി നടന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള നിതിൻ രാജ് മരണപ്പെട്ടു. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരുപാട് കോൺട്രവേഴ്സി, ഈവൻ റാം സാറിന്റെ കാര്യത്തിലായാലും സംഗീത മാമിന്റെ കാര്യത്തിലായാലും ഇന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥികളാണ് റാം സാറിനെതിരെ പറഞ്ഞത്, അല്ലാതെ മീഡിയാസ് ആരും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. എല്ലാവരും ഏതെങ്കിലും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുണ്ടോ ഈ കൂട്ടത്തിൽ? ഫസ്റ്റ് ഇയേഴ്സിന് ഇന്ന് ഇന്റേണൽ എക്സാം ആണ്. അവരെ ആരെങ്കിലും നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റും? അവരെ അന്ന് സംസാരിച്ച് ആരെങ്കിലും വിളിച്ചു വരുത്താൻ പറ്റും? അവിടെ ഇപ്പോൾ മോഡൽ എക്സാം നടക്കുകയാണ്. അതെനിക്ക് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് സംസാരിച്ച് ക്ലാരിഫിക്കാൻ, അന്ന് സംസാരിച്ച കുട്ടികളോട് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള. ഓക്കെ, ഞങ്ങൾ സംസാരിച്ചിട്ട് എന്തായാലും അവരുടെ എക്സാം 12:30 ആണോ? തേർഡ് ഇയേഴ്സ് അല്ലേ? ഞങ്ങളിപ്പോൾ ഫൈനൽ ഇയേഴ്സ് ആണ്. അതെ, ഇവിടെ തേർഡ് ഇയർ ഉള്ളവരുണ്ട്, സെക്കൻഡ് ഇയർ ഉള്ളവരുണ്ട്, എല്ലാ ബാച്ചസിൽ നിന്നും ഞങ്ങൾ. അന്ന് നിങ്ങൾ ഈ നേരത്തെ മീഡിയ ആളുകൾ സെൻസേഷണൽ ഇതിനു വേണ്ടി നിങ്ങളോട് ഏത് മീഡിയ സംസാരിച്ചു, ആര് സംസാരിച്ചു എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കും? എല്ലാ മീഡിയാസിന്റെ. കാരണം നിങ്ങൾ പറഞ്ഞു ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി പാടില്ല. ഓക്കെ, ആക്ച്വലി സെൻസേഷൻ എന്നുള്ള രീതിക്കല്ല ഞങ്ങൾ സംസാരിച്ചു. നിങ്ങൾ ഇപ്പൊ ഇതിൽ ഓക്കെ, ഞങ്ങൾ ഇവിടെ ഈവനിങ് നിന്ന സമയത്തായിരുന്നു സംഗീത മാമിന്റെ ഒരു ഇഷ്യൂ ഇവിടെ വന്നിരുന്നത്. ആക്ച്വലി ഇപ്പൊ റാം സാർ ചെയ്തതിന് ഞങ്ങൾ എക്സാക്ട്ലി സാർ നല്ല ഒരാളാണ്, അല്ലെങ്കിൽ സാർ ആരെയും ഇമോഷണലി ബുദ്ധിമുട്ടിച്ചില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. സ്കൂൾ ലൈഫിൽ നിന്ന് ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കോളേജിൽ വന്ന് ഹാർഷായിട്ട് പെരുമാറുമ്പോൾ ഒബ്വിയസ്ലി ഈവൻ ഞാൻ റിപ്പീറ്റ് പോലും ചെയ്യാതെ വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ വന്നപ്പോൾ തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത് സീനാണല്ലോ എന്നുള്ളൊരു രീതിക്ക്. അപ്പോൾ അങ്ങനെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് കൊണ്ട് ആ സമയത്ത് അവരനുഭവിച്ച കാര്യങ്ങളാണ്, അവർ ഇമോഷണലി അനുഭവിച്ച കാര്യങ്ങളാണ് അവർ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനൊരിക്കലും തെറ്റ് പറയുന്നില്ല. അവരവരുടെ കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചിരുന്നത്. പിന്നെ അന്ന് സമരം നടന്നൊരു കാര്യത്തിൽ അവർ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടൊന്നും അറിയില്ല, ഞങ്ങൾ കൃത്യമായി നോട്ട് ചെയ്തിരുന്നു. ക്ലാസ്സിൽ ഒരു ബ്ലാക്ക് ക്രോക്രോച്ച്, വൈറ്റ് ക്രോക്രോച്ച്, ബെല്ലി, ഫാറ്റി തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് റാം സാർ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമാണ്, തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് മീഡിയ. ഓക്കെ, ബോധമുണ്ടോന്ന് എനിക്കറിയാം. ഓക്കെ, ബോഡി ഷേമിംഗ് അല്ലെങ്കിൽ ഒരു റേസിസം എന്നുള്ള രീതിക്ക് സാർ സംസാരിച്ചിരുന്നു എന്നുള്ളതിന് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഈവൻ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നിട്ടും സാർ അങ്ങനെ പറഞ്ഞതാണ്, മീഡിയാസ് പറഞ്ഞത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളും ആ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ വെച്ചിട്ടും ഇത് അങ്ങനെ അനുഭവം ഉണ്ടായി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ കുട്ടികൾക്ക് ഉണ്ടായതായി നിങ്ങൾക്ക് അറിയാം. പക്ഷേ സാർ അങ്ങനെ ചെയ്തു. ഓക്കെ, റാം സാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് സാറ് ലിറ്ററലി ഇപ്പം സ്പെസിഫിക് ആയിട്ട് ഇന്നൊരു ഡോക്ടർ റാം നിതിൻ രാജിനെ ഇത്തരത്തിൽ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? കാരണം സാർ ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് 15 വർഷമായി. ഞങ്ങളിവിടെ ഇപ്പം 4, 5, 6 വർഷമുള്ളവർ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ അറിവിലോ ഇവൻ ഞാൻ 22 ബാച്ചിൽ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളുടെ 18, 17, 16 ബാച്ചിലുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിലോ ഞങ്ങൾ മുന്നിൽ കണ്ടിട്ടോ ആരും പറഞ്ഞിട്ടും ഞങ്ങൾ ഇത് കേട്ടു. ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നത് കരുതി മറ്റൊരു വിദ്യാർത്ഥിക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് അന്വേഷണത്തിൽ മാത്രമല്ല അത് ബോധ്യപ്പെടും. അന്വേഷണം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ പറയാണ് അങ്ങനെ ഒരു അനുഭവം റാം സാർ ചെയ്യില്ല, അല്ലെങ്കിൽ അതിനൊരു വിധി എഴുതിയാണ്. റാം സാർ ഇപ്പോൾ അറസ്റ്റിലായിട്ട് ഏകദേശം ഒരു 6 7 ഒരാഴ്ച മാത്രമേ ആവുന്നുള്ളൂ. അന്വേഷണം അറസ്റ്റ് ചെയ്താൽ മാത്രമാണല്ലോ, ഒരു കേസിലെ പ്രതി അറസ്റ്റ് ചെയ്താൽ മാത്രമേ അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയുള്ളൂ. അതിനിടയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് 7ാമത്തെ ദിവസം നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ വിളിക്കുന്നു, സംസാരിക്കണമെന്ന് പറയുന്നു. അതിനകത്ത് റാം സാർ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നു. എന്തുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ മൗനമായി അല്ലെങ്കിൽ മിണ്ടാതിരുന്നു എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്, ഈ കാര്യം തെറ്റിങ്ങനെ ഒരു കാര്യം റാം സാർ ചെയ്യില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് എന്നുള്ളത്? കാരണം അതിൽ നിയമപരമായി പരിശോധിക്കുക, അന്വേഷണം നടക്കേണ്ടതൊക്കെ ഒരു രീതിയുണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കം അതിനകത്ത് ഒരുപാട് വിധി പ്രസ്താവങ്ങൾ നടത്തിയിട്ടുണ്ട്. കേവലം നിതിൻ രാജിനോട് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഒരു ഇമോഷണൽ കണക്റ്റും റാം സാറിനെതിരെ നിൽക്കേണ്ടെന്ന ആവശ്യം നീതിപീഠങ്ങൾക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഈ ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. സാർ, നീതിപീഠത്തെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കുകയാണ്. ആ സിസ്റ്റം ഏറ്റവും നല്ലതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും അതിനകത്ത് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അന്വേഷണം കഴിഞ്ഞാൽ മാത്രമല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ബോധ്യം. പക്ഷേ അന്ന് എങ്ങനെയാണ് ഇപ്പോഴേ അതിനകത്ത് വിധി എഴുതുന്നത്? അന്ന് കുറെ ആൾക്കാർ നടക്കട്ടെ എന്നുള്ളൊരു സമീപനമല്ലേ നിങ്ങളുടെ ഭാഗത്ത്?
അന്വേഷണം നടക്കണം, തെളിയിക്കണം. പക്ഷേ യഥാർത്ഥ രീതിയിൽ സത്യം തെളിയണമെന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ സാറ് കുറേ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബോഡി ഷെയ്മിങ്ങും അതുപോലെ തന്നെ ആൾക്കാരെ കളറിൻ്റെ പേരിൽ സാറ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജാതിയുടെ പേരിൽ ഒരു മനുഷ്യരെയും ഇന്നേ വരെ, ഞാനിവിടെ വന്നിട്ട് 4 വർഷമായി, ഇന്നേ വരെ ഒരു ആൾക്കാരെയും പറഞ്ഞിട്ടില്ല. 25 ബാച്ച്, അതായത് ഈ ഫസ്റ്റ് ഇയേഴ്സിനെയും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതി അത് ഉറപ്പാണ്. ആ കാര്യം ഞാൻ അവരായിട്ട് സംസാരിക്കലുണ്ടായിട്ടുണ്ട്, ആ സ്റ്റുഡൻസായിട്ട് സംസാരിക്കലുണ്ടായി, ഇതിൻ്റെ ബാച്ചിലെ പിള്ളേരായിട്ട് സംസാരിക്കലുണ്ടായി. അവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സാർ ചെയ്തിട്ടുണ്ടെന്ന് ഒരു വ്യക്തി പോലും പറഞ്ഞു. ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഞാനത് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യല്ല, പക്ഷേ ഇതിനകത്ത് ചോദിക്കേണ്ടത് ബാധ്യത ഒരു മീഡിയ പ്രവർത്തകൻ എന്ന രീതിയിലുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് കാസ്റ്റ്, അതുപോലെ തന്നെ റിലീജിയൻ, ദേശം, പ്രദേശം, ഭാഷ, വർഗം, വർണ്ണം, ഇതൊക്കെ ഡിസ്ക്രിമിനേഷൻ നടത്തുകയാണെങ്കിൽ അതൊക്കെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരാളിപ്പോൾ കേരളത്തിന് പുറത്തില്ല ഒരാളെ, നമ്മളിപ്പോൾ അവരെ വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ എന്നാണ്. നമ്മൾ അത്ര പോലും അവരോട് ആ രീതിയിൽ, അപ്പോൾ ഒരാളെ കറുത്തവൻ അല്ലെങ്കിൽ വെളുത്തവൻ, നീളം കുറഞ്ഞവൻ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അധ്യാപകന്റെ ഭാഗത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്ത കാര്യമാണ്. അതിനകത്ത് അന്വേഷണം നടക്കട്ടെ എന്നുള്ള സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനകത്ത് വിധി എഴുതുന്നതിന് മുൻപേ. വിധി എഴുതാൻ വേണ്ടിയല്ല, നമ്മൾ ജസ്റ്റ് പറയാൻ ഉദ്ദേശിച്ചത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സാർ നടത്തിയിട്ടില്ല, ആ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ്. അതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്നുള്ളത് വെച്ച് നിതിൻ രാജിന് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് അന്വേഷണം, അതായത് റാംസാർ അറസ്റ്റിലായി 7ാമത്തെ ദിവസം ഈ സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അതിനെന്താണ് തെളിവ്? നിതിൻ രാജിന്റെ ബാച്ച്മേറ്റ് ആയിരുന്നില്ല അന്ന് ഇവിടെ സമരം നടത്തി, അതിന്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നില്ലേ പറഞ്ഞിട്ട്? റേസിസം ചെയ്തിട്ടുണ്ട്, അവനെ കുറിച്ച് ലൈക്ക് നീ കറുത്തിട്ടാണ് ലൈക്ക് ആ രീതിക്ക് സംസാരിച്ചത്. പക്ഷെ അത്ര സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല, ഒരിക്കലും തോന്നുന്നില്ല. അത് ആക്ച്വലി ലൈക്ക് ഇമോഷണലി എടുക്കുന്ന ലൈക്ക് അത് ഓരോരുത്തർ ലൈക്ക് അത് ഇൻടേക്ക് ചെയ്യുന്ന ലൈക്ക് സാറ് ലൈക്ക് ഇന്ന വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരാളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് ഒരിക്കലും ലൈക്ക് ഞാൻ പറയുകയാണ്, ഈവൻ ഞങ്ങളുടെ ക്ലാസ്സിലായാൽ പോലും സാറ് ഇന്ന ആള് ഓക്കെ എനിക്ക് അവനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അവനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന 2 പേരെ ഇഷ്ടമല്ല, ആ 2 പേരെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിക്കല്ല സാറ് ക്ലാസ്സിൽ ഇരിക്കാറ്. അതാണ് ആദ്യത്തെ കാര്യം. സാറ് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം മാത്രം ക്ലാസ്സിൽ വരുന്ന ഒരു വ്യക്തിയാണ്. ആ വരുന്ന ദിവസം തന്നെ 2 അവറിന്റെ ലെക്ചർ ഉണ്ടെങ്കിൽ സാറ് 1 മണിക്കൂർ ആണ് ലെക്ചറിന് വരാറ്. സാർ ആ ലെക്ചർ പീരീഡിന്റെ അകത്ത് ലൈക്ക് സാറ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ലൈക്ക് ഇന്ന ആളെ പോയിന്റ് ലൈക്ക് സാറ് ഈക്വലി എല്ലാവരെയും ഈക്വലിയാണ് ട്രീറ്റ് ചെയ്യാറ്. അതായത് ഇന്ന ആളെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത്, ഇപ്പൊ നിതിൻ രാജിന്റെ കേസ് സംഭവിച്ചിരിക്കുന്ന വിഷയമാണ്. ഏതെങ്കിലും വിദ്യാർത്ഥിയെ ഡിസ്ക്രിമിനേഷനോട് കൂടി ട്രീറ്റ് ചെയ്തു എന്നുള്ളതിനെല്ലാം അപ്പുറത്ത് ഒരുപാട് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളത് പറയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ആ കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ഒരുപാട് പരാതികളുണ്ട്. ജാതി അധിക്ഷേപം എന്നുള്ളത് മാത്രമല്ല, അതുപോലെ തന്നെ ഈ നിറത്തിന്റെ പേരിൽ അത്തരത്തിൽ തുടർച്ചയായി അവന്റെ ഒരു ഓഡിയോ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വന്ന് മരിച്ച് ഏകദേശം ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ഒരു ഓഡിയോ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വരുന്നത്. ആ സമയത്ത് റാംസാറ് ഈ പറയുന്ന നിതിൻ രാജിനോട് കാണിച്ച കുറേ കാര്യങ്ങൾ പേരടക്കം ആ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞുകൊണ്ടാണ് നിതിൻ്റെ ഒരു സഹപാഠിക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജ് പുറത്തേക്ക് വരുന്നത്. ആ സമയത്തും റാംസാറിന്റെ പേര് അതിൽ പരാമർശിക്കപ്പെടുന്നു. അല്ലാതെ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഇതങ്ങനെ കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം പറയുകയാണ്. ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി എന്ന രീതിയിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അത് വാർത്തയാകുന്നു, അത് നിയമ സംവിധാനത്തിന് മുന്നിൽ വരുന്നു എന്നതിനുപരിയായി മറ്റെന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്ന് പറയാൻ പാകത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ഓഡിയോ ക്ലിപ്പിൽ നിതിൻ രാജ് പറയുന്നെന്നുള്ളത് നിതിൻ രാജ് മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള കാര്യമല്ല. സാറ് ചെയ്ത അലിഗേഷൻസ് പറഞ്ഞാൽ അവനെ വർണ്ണത്തിന്റെ പേരിൽ സാറ് ഷെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാളുടെ മുന്നെയാണ്. പക്ഷേ നിതിൻ രാജ് മരിച്ച ആ ഒരു സമയത്ത് അവന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതോ അവൻ വേറെ ഏതെങ്കിലും കാരണത്തിലായിരുന്നോ ഉള്ള സത്യം ഇപ്പോൾ അന്വേഷണത്തിലല്ലേ ബോധ്യപ്പെടുകയുള്ളൂ. പക്ഷെ ഇവിടെ കുറച്ചു പേർക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താണ് നിങ്ങൾ പറഞ്ഞു സാർ? അത് മീഡിയസിന്റെ അടുത്ത് സംസാരിച്ചതാണ്. പക്ഷെ നമ്മൾ മരിച്ചൊരു എപ്പോൾ സംസാരിച്ചു? ആരോട്? മീഡിയസിനും കറക്റ്റ് കുറെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷെ മീഡിയാസിന് അറിയുന്നല്ല, നിങ്ങളാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഒരു 5-6 മാസം മുന്നേ ഞങ്ങളിവിടെ വോളിബോൾ കളിക്കുന്നുണ്ട്. വോളിബോൾ കളിക്കാൻ നടക്കുന്ന സമയത്ത് ഇതൊരിക്കലും നിതിൻ്റെ വീട്ടുകാരെയോ അവഹേളിക്കാനോ അവരെ മാനഹാനപ്പെടുത്താനോ വേണ്ടിയല്ല ഞാൻ സംസാരിക്കണേ. സത്യം എന്താണെന്ന് എനിക്കറിയാവുന്ന സത്യം ഞാൻ പറയുകയാണ് ഇവിടെ. ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തുമാത്രം സൈബർ ബുള്ളിങ് ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ സത്യം എന്താണെന്ന് മാത്രം എനിക്ക് പറയണമെന്ന് ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. വൈകുന്നേരം ഒരു 6 മണി 7 മണി ആയപ്പോൾ ഞങ്ങളിവിടെ വോളിബോൾ കളിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കൂട്ടം ഒരു സംഘം ചേർന്നിട്ട് ഒരു പട്ടാമ്പി പാലക്കാട് ആ രജിസ്ട്രേഷൻ ഒരു വണ്ടി ഇവിടെ വരികയുണ്ടായി, ഒരു കാർ വരികയുണ്ടായി. അതിലേക്ക് ഒരു 5-6 പേര് അത്യാവശ്യം നല്ല നമ്മളൊക്കെ സൈസൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇതിൻ്റെ അതിനെപ്പറ്റി അന്വേഷിക്കുകയുണ്ടായി. എൻ്റെ അടുത്താണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ ഒരു ജൂനിയറിനെ പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ കാര്യം എന്താണെന്ന് തിരക്കും. അപ്പോൾ അവർ വന്നത് എന്താണെന്ന് വെച്ചാൽ
നിതിനെ ആക്രമിക്കാനും ഇതിനെതിരെ സംസാരിക്കാനും അവനെതിരെ കേസ് കൊടുക്കാനും ശരിക്കും ലിറ്ററലി അവൻ തല്ലാൻ വേണ്ടിയാണ് ആൾക്കാർ വന്നത്. അപ്പം നമ്മുടെ ഒരു ജൂനിയറാണ്, ഞാൻ ഹോസ്റ്റലറാണ്, ഹോസ്റ്റലിലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് പേരെ വിളിച്ചു കൂട്ടും. കാരണം നമുക്ക് നമ്മുടെ ജൂനിയറാണ്, അവൻ എന്തേ ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നിടത്തോളം കാലം. അപ്പോൾ നമ്മൾ അവിടുന്ന് വിളിച്ചു കൂട്ടി, ആൾക്കാരെ വിളിച്ചു കൂട്ടി സംസാരിക്കുന്നിടയ്ക്ക്, നമ്മൾ വാർഡനായിട്ടും എല്ലാവരും സംസാരിക്കുന്നിടയ്ക്ക് അവർ പറഞ്ഞ അലിഗേഷൻ എന്ന് വെച്ചാൽ ഇവൻ ഒരു മോശമായ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഈ പറയുന്ന ഒരു ഹണി ട്രാപ്പ് പോലെ ഒരു കേസിലുണ്ടായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കുറച്ച് പൈസ ആരുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. അത് നമ്മൾ സംസാരിക്കുന്നിടയ്ക്ക് ഈ പറഞ്ഞ വ്യക്തി ഇവൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ചെയ്തത് എൻ്റെ കണ്ണാളെ ഞാൻ കണ്ടതാണ്. കാണാത്ത കാര്യം ഞാൻ പറയത്തില്ല, കണ്ണാളെ കണ്ടതാണ്. ഇവൻ്റെ മൊബൈലിലേക്ക് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഞാൻ കണ്ടതാണ്. അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയും. ഇത്രയും ദിവസമായിട്ട് ഇതൊരു അന്വേഷണ സംഘത്തിന് മുന്നിൽ സംസാരിക്കാൻ തയ്യാറാണ്. ഒരു കോളേജ് യൂണിയന്റെ ചെയർമാൻ, ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. ഇത്രയും സമയമായി ഈ അന്വേഷണ സംഘത്തെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടൊന്ന് പറയാനോ നിങ്ങൾ തയ്യാറായി? ഞാൻ ഇത് ചോദിച്ച ആൾക്കാരോടെല്ലാം പറഞ്ഞിട്ട് അന്വേഷണം നടക്കുന്നതായി നിങ്ങൾക്ക് അറിയില്ല? ഇന്നലെ ഇവിടെ അന്വേഷിക്കാൻ വന്ന ആൾക്കാരുടെ അടുത്തും ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു. ഇന്നലെയാണോ അത് പറയേണ്ടത്? ഞാൻ അന്ന് ഒരു പ്രധാനപ്പെട്ട ഒരാൾ, ഒരു വിദ്യാർത്ഥികളുടെ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിലാണ് 110 ദിവസം പിന്നിടുകയാണ് ഈ സംഭവം ഉണ്ടായിട്ട്. ഇത്രയും സമയത്തിനിടയിൽ ഇവിടെ അടുത്തുള്ള ഇപ്പോൾ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണല്ലോ ഈ കേസിന്റെ ആദ്യ അന്വേഷണം അവിടെയായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ആ സമയത്തൊക്കെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ വരികയായിരുന്നു. അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ തയ്യാറാവാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് ഈ സംഭവം ഇപ്പോൾ പോലും നിങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടില്ല. ഒരിക്കലും എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എത്രയും വേഗം മറുപടി കിട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം. നമ്മൾ പറയുന്ന കാര്യം എത്ര സുതാര്യതയുണ്ട്, നമ്മുടെ വാക്കിന് എത്ര ക്രെഡിബിലിറ്റി കിട്ടും എന്നുള്ള രീതിയിൽ ആ സമയത്ത് കറക്റ്റ് ചിന്തിച്ച് സംസാരിക്കണം എന്നുള്ള എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വിവാദങ്ങളിലേക്ക് നയിക്കാനോ ഞാൻ ഒരിക്കലും തയ്യാറാകുകയില്ല. അതുപോലെ തന്നെ ഈ സമയം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന സമയത്ത് ഞാൻ അവരെ പോയി കണ്ടിരുന്നു, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അവരെന്നോട് വന്നിട്ട് ഞാൻ ഒരു ദിവസം വിളിക്കുമെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണം SIT മുമ്പാകെ നിങ്ങൾ പോയിട്ടുണ്ട്? SIT ഇവിടെ വന്നിരുന്നു. ഇന്നലെയാണോ SIT ഇവിടെ വന്നത്? ഇന്നലെയാണ്. ഇന്നലത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞ 110 ദിവസമായി. അതിനു മുമ്പ് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? റാം സാർ അറസ്റ്റിലായി ഇന്നലെ ഇവിടെ തെളിവെടുപ്പിന് വന്ന ശേഷമാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ബോധ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ എടുത്തുചാടി പ്രവർത്തിക്കേണ്ട, കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് അന്നും. പിന്നെ പക്ഷേ ഈ തെളിവെടുപ്പൊക്കെ കുറച്ചുകൂടി വൈകിയായിരുന്നെങ്കിൽ നിങ്ങൾ അതുവരെയും വെയിറ്റ് ചെയ്യും? ഇല്ല, വെയിറ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ സാറിനെതിരെയുള്ള മെയിൽ അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. ആ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇവിടെ നടന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു. അത് ഞാൻ കുറെ ആൾക്കാരോട് സംസാരിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സംസാരിക്കാന്നുള്ള. ഈ സംഭവം നടന്ന സമയത്ത് പ്രിൻസിപ്പാളിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുടെ ശ്രദ്ധയിൽപ്പെടുത്തി? ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രിൻസിപ്പളിന് ഈ വിഷയം ആദ്യം ഉണ്ടായ സമയത്ത് വാർഡൻ വഴി ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് വൃത്തിയായിട്ട് സംഭവം അറിയുകയും ചെയ്യും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ഒരു തരത്തിൽ പോലും ഒരാളുടെ പറയാൻ തയ്യാറാവും? സാർ ഓൾറെഡി അത് പോലീസിന് അറിയാം. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ആരോടാ നിങ്ങൾ ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷൻ എടുത്ത് ഇവിടെ വാർഡനും പ്രിൻസിപ്പൽ നിങ്ങളുടെ ആണെന്നല്ലോ ഇവർ വന്ന് ചോദിക്കുന്നത്. ഈ പൈസ ട്രാൻസാക്ഷന്റെ ഇതൊക്കെ നിങ്ങളോട് നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു തന്നെയാണ് ഞാൻ പറഞ്ഞത്. അന്ന് അവിടെ വാർഡൻ ഉണ്ടായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു മേലധികാരി ഹൗസിൽ നടക്കുന്നതിന് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരാൾ വാർഡനാണ്. അദ്ദേഹം വ്യക്തമായ രീതിയിൽ ഒരു നിതിന്റെ ഭാഗത്തുനിന്ന് റിട്ടേൺ ആയിട്ട് ഒരു കാര്യം എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിന് ഒരു മറുപടിയും കൊടുത്തതാണ്. പിന്നെ നമ്മൾ അതിന്റെ ഭാഗത്ത് ഞാൻ പോയിട്ട് സംസാരിക്കുന്നതല്ല അവിടെ കാര്യം. കറക്റ്റായിട്ട് അറിയുന്ന ഒരു മേലധികാരി നമ്മുടെ എല്ലാ ഒരു വാർഡൻ എന്ന രീതിയിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ അതിന്റെ മേളിൽ കയറി സംസാരിക്കേണ്ടത് ശരിയല്ല. അതുകൊണ്ടുള്ള ഇതിനാണ് സംസാരിക്കേണ്ടത്. 6 മാസം മുൻപ് നടന്ന ഈ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് നിതിൻ രാജ് ആത്മഹത്യ സൂയിസൈഡ് ചെയ്തെന്നാണ് കരുതുന്നത്? ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന മാനസിക വിഷമം എന്താണെന്ന് റാം സാർ മുന്നേ പറഞ്ഞ ചില സന്ദേശങ്ങൾ അവന്റെ ഓഡിയോയിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരുപക്ഷെ മരണത്തിന് കാരണമായിക്കൂടെ? മരണത്തിന് കാരണമായെന്ന് ഞാൻ പറയുന്നില്ല. അതെങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് അതിനകത്ത് വിധി എഴുതുക എന്നുള്ളത്? വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന വിഷമം എന്താണെന്ന് അവന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പക്ഷേ അതറിയാത്ത പുറം ലോകം അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പുറത്തു വരണം, അത് തെളിയിക്കപ്പെടണം എന്ന് നിങ്ങളാണ് പറയുന്നത്. ഇത് റാം സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടല്ല, ഇതിനകത്ത് മറ്റു ചില കാരണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മരണത്തിന്റെ കാരണം അതാണ്, റാം സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകളല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സർ, ആക്ച്വലി ഒരു ഇൻസിഡന്റും കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി ആ ക്ലാസ് റൂമിൽ നടന്ന് ഞങ്ങൾ അറിഞ്ഞൊരു കാര്യമാണ്. ഇതിൽ എത്രത്തോളം ഞങ്ങൾ പുറത്തുനിന്ന് അറിഞ്ഞതാണ്. പക്ഷെ ഇതിപ്പോൾ ഷെയർ ചെയ്യണം തോന്നി. ഇപ്പൊ നിതിൻ രാജിന്റെ കാര്യത്തിലായാലും അവന്റെ ഫസ്റ്റ് ഡേ ഓറിയന്റേഷന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഫസ്റ്റ് ഓറിയന്റേഷൻ പീരീഡിൽ അവരെല്ലാവരെയും പരിചയപ്പെടുകയും ചെയ്തിരുന്നു. അവരുടെ ബാച്ചിലുള്ളവരെ അന്ന് 28ന് വന്നവരെ.
അപ്പം ലൈക്ക് അതിനുശേഷമായാലും നിതിൻ രാജ് എന്ന് പറയുന്നത് ഒരു കാര്യം നടന്നു അതിൽ സങ്കടപ്പെട്ട് മാറി നിന്ന ഒരു വ്യക്തി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കണ്ടിട്ട്. ഞാൻ അതിനുശേഷവും നിതിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. ഈവൻ അവരുടെ ഫ്രഷേഴ്സ് ഡേയുടെ സമയത്തും സംസാരിച്ചിരുന്നു. ലൈക്ക് ഈവൻ അവരുടെ ക്ലാസ്സിൽ ഈ റാം സാറായിട്ട് തന്നെ ഒരു ലൈക്ക് സാറ് ഇന്റേണൽ എക്സാമിന് ശേഷം ലൈക്ക് അവരുടെ മാർക്ക് കണ്ടിട്ട് നീ ഇങ്ങനെ പഠിച്ചാൽ ഇതെങ്ങനെയാ പോവാ, നീ ഇങ്ങനെ പഠിച്ചാൽ പാസ്സാവില്ല, ആ രീതിക്ക് സാറ് സംസാരിച്ച് നീ വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഏറ്റെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്നുള്ള രീതിക്ക് സാർ അവനെ നല്ല രീതിക്ക് പറഞ്ഞിരുന്നു ക്ലാസ്സിൽ വെച്ചിട്ട്. അത് ഈവൻ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈവൻ എന്നെ ആയാലും പറയും. ഞാൻ ഫസ്റ്റ് ഇന്റേണൽസ് പാസ്സായില്ലെങ്കിൽ എന്നെ എന്തായാലും സാറ് പറയും, നീ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് നടന്നു കഴിഞ്ഞാൽ നീ പാസ്സാവില്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ആ സമയത്ത് നിതിൻ രാജ് ലൈക്ക് നിതിനെ എണീൽപ്പിച്ച് നിന്ന് സംസാരിച്ച സമയത്ത് തന്നെയായിരുന്നു നിതിൻ ലൈക്ക് ലിറ്ററലി സാറിൻ്റെ അടുത്ത് ബാക്ക് അവൻ സംസാരിച്ചിരുന്നു. അതായത് ലൈക്ക് ഐ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഹിയർ എന്നുള്ള രീതിക്ക് നിതിൻ രാജ് സംസാരിച്ചിരുന്നു. ഹി നോസ് ഹൗ ടു ടേക്ക് ഹിസ് സ്റ്റാൻഡ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ലൈക്ക് ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോൾ ലൈക്ക് ഞങ്ങളാണെങ്കിൽ ചിലപ്പോൾ കേട്ടോണ്ട് നിൽക്കും. ഞങ്ങൾ കേട്ടത് ചിലപ്പോൾ ഓക്കെ നമ്മളെന്തായാലും പഠിച്ച് പാസ്സാവും എന്നുള്ള മൈൻഡ് സെറ്റിൽ ഞങ്ങൾ നിൽക്കും. പക്ഷേ ആ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഓക്കെ ലൈക്ക് അവന് ആ ഒരു കറേജ് ഉണ്ട് സംസാരിക്കാൻ, അവന്റെ കാര്യം സംസാരിക്കാൻ അവന് കറേജ് ഉണ്ട്. ഈവൻ അവന്റെ വോയിസ് ക്ലിപ്പിലായാലും ലൈക്ക് അവൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് എന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലൈക്ക് അവനെ ഡിസ്റെസ്പെക്ട് ചെയ്യല്ല, ലൈക്ക് ഞങ്ങളുടെ അറിവിൽ എന്താണോ നടന്നത് അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് കോളേജിൽ അവന്റെ കൂടെ നിന്നവരായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു. അതുകൊണ്ട് ഈ റാം സാറിന്റെ കാരണം വെച്ചിട്ട് ലൈക്ക് നിതിൻ റാം സാർ 3 മാസം മുന്നേ പറഞ്ഞത് ആ ഒരു റീസൺ മാത്രം വെച്ച് നിതിൻ ആ ഒരു ഈവൻ ഓഫീസിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് എല്ലാവരും ഈവൻ കമന്റ് സെക്ഷനിലായാലും ഞങ്ങൾ കാണുന്നുണ്ട്. ഈവൻ ന്യൂസ് ചാനലിലായാലും പ്രിൻസിപ്പളുടെ ഒരു വീഡിയോ ക്ലിപ്പ് അവിടെ വന്നല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിതിൻ രാജ് അല്ല, അതിന് പകരം ആര് വന്നു കഴിഞ്ഞാലും ഇവിടെ ഇപ്പൊ ഞാനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ഇവിടെ ഒരു സ്റ്റാഫിന്റെ പേരിലുള്ള ഒരു ലോൺ ആ ഒരു ഇഷ്യൂവിലായിരുന്നു നിതിൻ രാജിനെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നത്. അപ്പം ഇവിടെ ഒരു തെറ്റ് നടന്നു, അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ, അതായത് ഞങ്ങളുടെ കോളേജിന്റെ ഏറ്റവും വലിയൊരു ഇതിൽ നിൽക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ്. അപ്പോൾ സാറിന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണ് അവിടെ ചെയ്തിരുന്നത്. അതായത് ലൈക്ക് അവിടെയും സാറിന് കുറെ ബാക്ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്റ്റാഫിനെതിരെ ഒരു കാര്യം വന്നു, അപ്പോൾ അത് ആ സ്റ്റുഡന്റിനെ വിളിച്ച് അത് ചോദിക്കുക, അതെന്താണ് സത്യാവസ്ഥ എന്ന് അറിയണം എന്നുള്ളത്. അതിപ്പം എവിടെയായാലും ഈവൻ സ്കൂളിലായാൽ പോലും നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ പ്രിൻസിപ്പൽ ഓഫീസിൽ വിളിച്ച് നിർത്തി അവിടെ ചോദിക്കും നീ എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം, ഇത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ലൈക്ക് മണി മാറ്റേഴ്സ്, ഒരു പൈസയുടെ കാര്യത്തിലാണ് ആ ഇഷ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ ലൈക്ക് ഈവൻ 1000 ആയാലും 10 രൂപ ആയാൽ പോലും ഒരു പൈസയും ചെറുതല്ല. അപ്പം മാമിന്റെ കാര്യത്തിലായാലും ലൈക്ക് മാമിന് അങ്ങനൊരു കാര്യം നടന്നു. അപ്പം മാമിന്റെ ഇമോഷണൽ ഔട്ട്ബേഴ്സിൽ മാം കോളേജിൽ വന്ന് പറഞ്ഞു, അതായത് ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ്, ഇങ്ങനെ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റിന്റെ പേര് പറഞ്ഞാണ് വിളിച്ചത്, അപ്പോൾ ലൈക്ക് അതെന്താ ചെയ്യുക. അപ്പോൾ സാറിന്റെ ഒരു സൈഡ് എന്നുള്ള രീതിക്ക് സാർ അവനെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് അവിടെ നടന്നിരുന്നത്. അതിനെതിരെയും ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ച് ഒരുപാട് പേര് വന്നിരുന്നു. അത് കൊടുത്തു വിട്ടാൽ പോരായിരുന്നു, അവൻ അങ്ങനെയാണ്. ലൈക്ക് ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളായിരുന്നു നിതിൻ. എന്താ പറയാൻ ശ്രമിക്കുന്നത് വെച്ചാൽ നിതിൻ ഒരിക്കലും നല്ലൊരു ബോൾഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അതായത് നമ്മളാരും സാറിപ്പോൾ നമ്മളെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ക്ലാസ്സിൽ ഓരോ പറയും, പക്ഷെ നമ്മളാരും തിരിച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം നമുക്കെല്ലാം പേടിയുണ്ട്. പക്ഷേ നിതിൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. സാർ ഒരു കളിയാക്കുന്നത് കൊണ്ട് മാത്രം നിതിൻ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അത്രയും ബോൾഡായിട്ടൊരു, ഇവിടെ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും നിതിൻ നല്ലൊരു ബോൾഡായിട്ടൊരു കുട്ടിയായിരുന്നു. അവൻ്റെ ബാച്ച്മേറ്റ്സിനോട് ചോദിച്ചാലും അവരും പറയും അവൻ നല്ലോണം സംസാരിക്കാനും അതുപോലെ ആർക്കെങ്ങനെ എന്ത് മറുപടി കൊടുക്കാമെന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു നിതിൻ രാജ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ കാരണം കൊണ്ട് മാത്രമായിരിക്കരുത്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് തെളിയണം എന്നുള്ള ആശയം മാത്രമേ ഇവിടെ കൂടിയിരുന്നവർക്ക് ഉണ്ടുള്ളൂ. അത് എങ്ങനെയും വേഗം തെളിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തെളിയാൻ എത്രയും വേഗം സഹായം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. കാരണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ സൂചിപ്പിക്കുന്നു. ഞാനത് സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ അതുമല്ല, ഇനി ഞങ്ങൾക്കറിയാത്ത വേറെ ഏതെങ്കിലും കാരണമുണ്ടോ എന്ന് അതും പുറത്തു വരണം. സത്യം ഒരു ദിവസം പുറത്തു വരണം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. പുറത്തു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പം ഞങ്ങൾ വന്നത് ഒരുപാട് ലേറ്റായി എന്ന് പറയുന്നുണ്ട്. അപ്പം ലൈക്ക് ഫ്രം ദിസ് മൊമെന്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് തെളിഞ്ഞു വരട്ടെ എന്നാണ്. ഞങ്ങൾ ഇന്നലെ
ഞങ്ങൾക്ക് കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഈ മീഡിയാസിന് ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്കറിയാൻ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ സംസാരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ കുറേ ചാനൽ നമുക്ക് പരിചയമുള്ള കുറച്ച് ചാനലുകാരെ വിളിച്ചിരുന്നു. പക്ഷെ അവരെല്ലാം പറഞ്ഞത് ഇപ്പം അവർക്ക് ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത് എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. വരൂല്ലെന്ന് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളോട് സഹകരിച്ചത്, നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായത് ഈ ചാനൽ മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവരും സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പേരിലും യൂണിയൻ ചെയർമാൻ എന്ന രീതിയിലും ഞാൻ ഇവർക്ക് നന്ദി അറിയിക്കുന്നതാണ്.